അൻവർ വിഷയത്തിൽ ലീഗ് വിമർശനങ്ങൾക്ക് പിന്നാലെ നാളെ തീരുമാനിച്ചിരുന്ന യു.ഡി.എഫിന്റെ യോഗം ഇന്ന് തന്നെ ചേരും. വൈകിട്ട് നിലമ്പൂരിൽ വെച്ചാണ് യോഗം ചേരുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലമ്പൂരിലുള്ളതുകൊണ്ടാണ് യോഗം നേരത്തെയാക്കിയതെന്നാണ് യു.ഡി.എഫ് കൺവീനറുടെ വിശദീകരണം. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, നേരത്തെ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അൻവർ പറയട്ടെ, അൻവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ, എന്നിട്ട് ആകാം. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആ സാവകാശം യു.ഡി.എഫിന് ആകെയില്ല എന്നത് വ്യക്തമാണ്. അൻവറിന്റെ പ്രതികരണം, ലീഗ് എം.എൽ.എയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനം, ഇതൊക്കെ ഇത്തിരി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ യോഗത്തിലേക്ക് പോയതല്ലേ? യു.ഡി.എഫിന്റെ യോഗം നാളെ കോഴിക്കോട് DCC ഓഫീസിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ആ യോഗം നേരത്തെ ആക്കുകയാണ്. ഇന്ന് തന്നെ യോഗം ചേരാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ യു.ഡി.എഫ് കൺവീനർ വിശദീകരിക്കുന്നത്, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്നതിനാൽ നിലമ്പൂരിൽ വെച്ച് ഇന്ന് യോഗം ചേരുന്നു എന്നുള്ളതാണ്. ലീഗിൽ നിന്നുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ലീഗിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. എം കെ മുനീർ പറയുന്ന നിലപാടും ഹമീദ് മാസ്റ്റർ പറയുന്ന നിലപാടും കുഞ്ഞാലിക്കുട്ടി പറയുന്ന നിലപാടും ഒക്കെ തമ്മിൽ ചില അന്തരങ്ങളുണ്ട്. ആ ഒരു വിഷയം കൂടി പരിഹരിക്കുക, അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് RSP അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി UDF ഒരു മുഴം മുന്നേ പോയിരുന്നതാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ആകെ ആശയക്കുഴപ്പമായ ഒരു അവസ്ഥയുണ്ട്. ആ ആശയക്കുഴപ്പം ഇന്നത്തെ യോഗത്തോടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ വന്നിറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസത്തിൽ ആണ് UDF എന്നുള്ളതിൽ ആർക്കാ സംശയം? ഇതിനകത്തൊരു വിജയത്തെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. 100% നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ. ഈ അൻവർ ഒരു പ്രശ്നക്കാരനായി മാറും? ഒരിക്കലുമില്ല. അൻവർ LDFിൻ്റെ MLA ആയിരുന്നല്ലോ. 9 വർഷക്കാരും ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന ഒരാൾ CPMൻ്റെ എല്ലാ തരത്തിലുമുള്ള അതുമായി പൊരുത്തപ്പെട്ട് പ്രവർത്തിച്ച് അവസാന കാലഘട്ടത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു. അത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ലേ, അല്ലാതെ UDFിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. ഒരു കാരണവശാലും ഇത് UDFിനെ ബാധിക്കുന്ന വിഷയമില്ല, ഇടതുപക്ഷത്തിന് മാത്രം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ അതൊക്കെ വിലയിരുത്തിയതിന് ശേഷമാണല്ലോ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അൻവറിനെ കൂടി ഒപ്പം കൂട്ടി പോകാം എന്നൊരു നിലപാട് ലീഗ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നെല്ലിക്കുന്ന് MLA ആ ഒരു നിലപാട് പറഞ്ഞു. ഹമീദ് മാസ്റ്റർ ചർച്ച നടത്തണം UDF നേതൃത്വം എന്നുള്ളത്. പക്ഷേ UDF കൺവീനറും പ്രതിപക്ഷ നേതാവും എല്ലാം പറയുന്നത് അതൊരടഞ്ഞ അധ്യായമാണ് എന്നാണ്. ഇനി ഞങ്ങൾക്ക് ചർച്ചയുടെയൊക്കെ ആവശ്യമുണ്ട്. അല്ല, UDF ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ സമ്പൂർണ്ണമായ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ലീഗും ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് നിന്നാണല്ലോ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ അതിനെ സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായത്തിന് പ്രസക്തിയില്ലല്ലോ. ഇതാണ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിജയിക്കാം എന്നുള്ള വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പ് പങ്കുവയ്ക്കുകയാണ്. ഈ പറയുന്ന ഹമീദ് മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവനയെ സംബന്ധിച്ച് UDF നേതാക്കൾ കൃത്യമായ അഭിപ്രായം പറയുന്നു. ഇപ്പോൾ ഡീൻ പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമാണ്. UDF കൂട്ടായെടുത്തൊരു തീരുമാനമാണ് അൻവറിൻ്റെ വിഷയത്തിൽ. ആ വിഷയത്തിനും അപ്പുറത്തേക്ക് ഹമീദ് മാസ്റ്റർ ഒറ്റയ്ക്കൊരു നിലപാട് പറഞ്ഞതിൽ വലിയ അതൃപ്തി UDF കേന്ദ്രങ്ങളിലുണ്ട്. എന്തായാലും ഇന്ന് UDF യോഗം നടക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പറയുന്നത്. എങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. അൻവറിൻ്റെ വിഷയത്തിൽ തട്ടി നിൽക്കുകയാണ് UDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു രാഷ്ട്രീയ പോരാട്ടം, M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നേർക്ക് നേരുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നതിനിടയിൽ അൻവറിൻ്റെ വിഷയത്തിൽ മറുപടി പറയാൻ വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തേണ്ടി വരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക്, UDF നേതാക്കൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ദിവിഷ. ശരി അമലാണ് വിവരങ്ങൾ നൽകിയത്. UDFിന്റെ യോഗം ഇന്ന് ചേരുന്നു. അൻവർ വിഷയത്തിൽ എന്തെങ്കിലും പരിഹാര സാധ്യതകൾ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി തന്ത്രപൂർവ്വം മറ്റ് പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിലേക്കാണ് UDF കടക്കുന്നത്. ആ പ്രതികരണങ്ങളാണ് ഡീൻ കുര്യാക്കോസിൽ നിന്ന് നമ്മൾ കേട്ടത്.